Hello guys, welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ, ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 2 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പ്ലസ് അതിൻ്റെ ബെനിഫിറ്റ്സും, നമ്മുടെ സ്കിന്നിന് തരുന്ന ബെനിഫിറ്റ്സും, പിന്നെ അതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ കൊടുക്കുക. സോ ദാറ്റ് എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് കോസാറെക്സ് എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. സ്നെയിൽ മ്യൂസിൻ എസെൻസ് ആണ് ഇത്. സ്നെയിൽ മ്യൂസിൻ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാണ്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒച്ചില്ലേ, ഒച്ചിൽ നിന്ന് ഉണ്ടാകുന്ന ഒരുതരം സെക്രീഷനാണ്. അതായത് ഒച്ചിൻ്റെ ആ ഭയങ്കര ഒരു സ്ലൈമി ആയിട്ടുള്ളൊരു വെള്ളം പോലത്തെ സാധനമല്ലേ, അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരു 96% ഈ ഒരു പ്രോഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്നെയിലിൻ്റെ ആ ഒരു സ്ലൈമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എന്നൊക്കെ തോന്നും. പക്ഷേ ആ ഒരു മ്യൂക്കസ്, ആ ഒരു സ്ലൈമിന് ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഗ്ലോ തരാനായിട്ടും നല്ല സ്മൂത്തായിട്ടിരിക്കാനും, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ടെക്സ്ചർ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിമ്പിളിൻ്റെ ഒക്കെ ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ചെയ്യാനായിട്ടായാലും, എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടായാലും, റിങ്കിൾസ് ഫൈൻ ലൈൻസിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് കുറച്ച് കുറക്കാനായിട്ട് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിൽ. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് ആ ഒരു ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് തരുന്നത് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. ശരിക്കും നമ്മുടെ സ്കിന്നിനുള്ളൊരു ഫുഡ് എന്ന് പറയാം ഈ ഒരു പ്രോഡക്റ്റിന്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാനിത് 2 മാസത്തിൽ കൂടുതലായി യൂസ് ചെയ്യണു. ആൻഡ് സ്റ്റിൽ എൻ്റെ ഇനിയും ഹാഫ് ബോട്ടിൽ ഉണ്ട്. ആസ് യു ക്യാൻ സീ ഈ ഒരു പ്രോഡക്റ്റ് കുറച്ചൊരു കോസ്റ്റ്ലി സൈഡിലാണ്. 1450 എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ ഞാനിത് മേടിക്കുന്നത് മാക്കറോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിൽ നിന്നാണ് കേട്ടോ. സോ എനിക്ക് ഇത് അതിൽ നിന്ന് വാങ്ങിയപ്പോൾ എനിക്ക് 1050 അങ്ങനെ എന്തോ ഒരു റേറ്റിലാണ്, അത്രയും വില കുറവിനാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു നൈക്കയിലും ആമസോണിലൊക്കെ ഇതിലും കൂടുതൽ വില റേറ്റ് ഉണ്ട്. ഇത്രയും ഓഫറിൽ കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വാട്ടറി സ്ലൈമി കൺസിസ്റ്റൻസി ആണ്. അതായത് വെള്ളം പോലെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലേക്ക്. ഒരുപാട് സമയമൊന്നും എടുക്കൂല. അറ്റ് ദ സെയിം ടൈം ഇത് തൊടുമ്പോൾ ഇങ്ങനെ പശപ്പല്ല, ഭയങ്കര ഒരു സ്ലൈമി പോലെ. സ്ലൈം എങ്ങനെയായിരിക്കും നമ്മൾ തൊടുമ്പോൾ ഉണ്ടാവുക, അതേ ഒരു ഫീലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ സ്കിൻകാർക്കും വെദർ ഇറ്റ് ഈസ് ഓയിലി ആവട്ടെ, കോമ്പിനേഷൻ ആവട്ടെ, ഡ്രൈ, നോർമൽ, ഏത് സ്കിന്നുള്ള ആൾക്കാർക്കും ഇത് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഇതൊരു ഹോളി ഗ്രെയിൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ബിക്കോസ് നമ്മളൊരു പ്രോഡക്റ്റ് അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്താൽ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് നോക്കാം. സോ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം, നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണറിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആ വാഷ് ചെയ്ത വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ നിന്ന് ഡ്രൈ ഔട്ട് ആവുന്നതിന് മുൻപേ ആ ഒരു ചെറിയൊരു വെറ്റ്നെസ് ഉള്ള സമയത്ത് തന്നെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നാലാണ് ആ ഒരു മോയ്സ്ചർ നമ്മളെ ഫേസിൽ കുറച്ചൊന്ന് ലോക്ക് ആവുള്ളൂ. ആൻഡ് ഇത് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊരു എസെൻസ് ആണല്ലോ.
ഇതൊരു എങ്ങനെ പോയാലും ഇതൊരു മോയ്സ്ചറൈസർ അല്ല. ഇത് ഹൈഡ്രേഷൻ നമുക്ക് തരുന്നുണ്ട്, ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അടിപൊളിയായിട്ട് നമ്മളെ മോയ്സ്ചറൈസ് ഒക്കെ ചെയ്യുമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫുള്ളി അബ്സോർബ് ആയതിനു ശേഷം, അതായത് ഇത് അപ്ലൈ ചെയ്ത് ഒരു 3-4 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോയ്സ്ചറൈസർ വെച്ച് ഇതിന് ടോപ്പ് ചെയ്യണം. ആൻഡ് മോർണിംഗിലാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു SPF യൂസ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഒരു 1 മന്തോളം ഇത് മാത്രം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 1 മന്ത് ഫുള്ളല്ല, അതായത് ഒരു 3 വീക്സിൽ കൂടുതൽ ഞാനിത് ഇത് മാത്രം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് എൻ്റെ പിമ്പിൾ മാർക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു 2-2.5 വീക്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളെ പിമ്പിളിൻ്റെ മാർക്സ് ചെറിയ തോതിൽ ഇങ്ങനെ ഫെയ്ഡായി വരുന്നത് കാണാൻ പറ്റും. ആൻഡ് മോർ ഓവർ സ്കിന്നിന് ഭയങ്കര ഒരു ഗ്ലോ തരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് മണിക്കൂറോളം കഴിഞ്ഞാലും ആ ഗ്ലോ നമ്മുടെ സ്കിന്നിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കിന്ന് ലൈക്ക് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്താൽ ക്ലെൻസ് ചെയ്താൽ പോലും ആ ഒരു ഗ്ലോ അങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾസോ ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടെയാണ്. നമുക്കിപ്പോൾ മേക്കപ്പിന് അടിയിൽ അണ്ടറിൽ ഇത് യൂസ് ചെയ്യാം, ഒരു ടോണറായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെറ്റിനോളിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്, ട്രിറ്റ്നോയിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്, വിറ്റമിൻ സിയുടെ കൂടെ, ഏതിൻ്റെ കൂടെ നൈസിനമൈഡിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിലും അത്രയും വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇത് 1450 ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് 100 ml ഓഫ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ 2 മാസം യൂസ് ചെയ്തിട്ടും എനിക്ക് ഇത്രത്തോളം പ്രോഡക്റ്റ് ഇനിയും ബാക്കിയുണ്ട്. സോ ഇനിയും എനിക്കിത് വേണമെങ്കിൽ ഒരു 2 മാസം കൂടെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് ഇതിൽ. എങ്ങനെ പോയാലും നിങ്ങളിപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇത് എങ്ങനെ പോയാലും ഒരു 3 മാസം ഈ ഒരു പ്രോഡക്റ്റ് ലോങ് ലാസ്റ്റ് ചെയ്യും നിങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പേ ചെയ്യുന്നത് അത്രയും വർത്താണ്. അത് ഒരിക്കലും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ നമ്മളിപ്പോൾ സാധാരണ ഒരു സീറം വാങ്ങുമ്പോഴും എങ്ങനെ പോയാലും 400-500 ഒക്കെ ആവും. പക്ഷെ ആ സീറംസ് നമുക്ക് 1 മാസം 1.5 മാസം മാക്സിമം 2 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അത്രയും നമുക്ക് യൂസ് ചെയ്യാം. സോ അത്രയും നല്ലതാണ്, അത്രയും വർത്താണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഏജുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ. ലൈക്ക് നിങ്ങൾക്കൊരു ടീനേജ് തൊട്ടേ ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലങ്ങളിലൊക്കെ ലൈറ്റിൻ്റെ എക്സ്പോഷർ നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ ചെറിയ മക്കളാണെന്നുണ്ടെങ്കിലും വളരെ ചെറുപ്പത്തിൽ ഫോണിലും ടാബിലും TV-യിലൊക്കെ നോക്കി കളിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ എക്സ്പോഷർ കൂടും തോറും നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് തന്നെ ചുളിവ് വീഴുന്നതും റിങ്കിൾസ് വരുന്നതും അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ സൺ എക്സ്പോഷർ. അപ്പോൾ എത്രയോ ചെറുപ്പത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുപ്പത്തിൽ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ലത്. എനിക്കിനി വാങ്ങേണ്ടത് ഇവരുടെ ഓൾ ഇൻ വൺ ക്രീം ഉണ്ട്, സ്നെയിൽ മ്യൂസിൻ്റെ തന്നെ. അതിനും ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കേട്ടു ഞാൻ. സോ എനിക്കിനി അത് വാങ്ങിയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എപ്പോഴും എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഉൾപ്പെടുത്തും. ബിക്കോസ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഒന്നുമല്ല. ഇതെൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. സോ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കുക. ഇത് വാങ്ങി നോക്കി ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു സാധനം കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. ആൻഡ് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വേറെ ഒന്നും മേടിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും സ്കിൻ കെയറിന് നിങ്ങൾ വാങ്ങും. അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ അങ്ങനെയാണ്. ഈ ഒരു പ്രോഡക്റ്റിന് സോഫാർ സൈഡ് എഫക്ട്സ് ഒന്നും ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എങ്കിൽ പോലും നിങ്ങളിത് മേടിച്ചിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മേടിച്ച് കഴിഞ്ഞാൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാതെ ഇവിടെയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കയ്യിലോ അങ്ങനെ എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അലർജി കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് യൂസ് ചെയ്യുക.
ലൈക്ക് നമുക്കിപ്പോൾ എല്ലാവരുടെ കാര്യം അറിയില്ലല്ലോ, ചില ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഫാമിലീസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസും എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആൻഡ് വാല്യുബിൾ ആണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.